ഹർഷേ, ഷോ, നീ ഒന്ന് വേഗം റെഡിയാവ്. ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങൾ തിരക്കണം. ആ പിന്നെ അത് അയാൾ തന്നെയാണെങ്കിലേ അവിടെ വെച്ച് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ആന്റി ഒന്ന് സമാധാനിക്ക്, നമുക്കിപ്പൊ തന്നെ ഇറങ്ങാം. ഹർഷേ, എന്നാലുവേ അയാൾ എന്തിനാ ഇത്ര ധൃതി പിടിച്ച് എന്നെ തിരക്കി വന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ആ ആന്റി, ഇനി ചിലപ്പോ അത് അയാൾ അല്ലെങ്കിലും ഒരാളെ പോലെ 9 പേരുണ്ടെന്നല്ലേ പറയുന്നത്? അല്ല ഹർഷേ, അയാളുടെ മുഖം ഏത് രീതിയിൽ എങ്ങനെ കണ്ടാലും ഞാൻ മറക്കില്ല. എനിക്ക് തെറ്റുകയില്ല. എന്റെ ജീവിതം നശിപ്പിച്ച് എനിക്ക് വീടും വീട്ടുകാരെ ഇല്ലാണ്ടാക്കിയത് അയാൾ ഒറ്റ ഒരുത്തനാ. ആന്റി ആന്റി വിഷമിക്കാതെ, ഞാനില്ലേ കൂടെ. എന്റെ പൊന്നു ഹർഷേ, എന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ നിന്നെ വിളിച്ചത്. ദേ, രവിയേട്ടൻ ജോഗിങ് കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് നമുക്കിവിടെ ഇറങ്ങണം. അല്ലെങ്കിൽ 100 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. നമുക്ക് ഉടനെ പോവാം. പിന്നെ ആ പേപ്പർ മാറ്റിയല്ലോ അല്ലേ? ആ, അതൊക്കെ ഞാൻ എപ്പോഴേ മാറ്റി. ആന്റി ആ കാര്യം ഓർത്ത് ടെൻഷൻ ആവണ്ട. അതെ, ആ ശേഖരനെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരിച്ചറിയാൻ സാധ്യതയുള്ളത് കുഞ്ഞമ്മയാ. അതായി എന്റെ പേടി. ഏതായാലും കൃത്യസമയത്ത് തന്നെ ആന്റി എന്നെ വിളിച്ച് കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ പേപ്പർ മാറ്റി വെക്കാൻ പറ്റി. അതുകൊണ്ട് കുഞ്ഞമ്മയ്ക്കത് കാണാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ഞാനേ ഫോൺ എടുത്തോണ്ട് വരാം. ആന്റി ഇവിടെ നിൽക്ക്. ടൂറിന് പോയെടുത്തും വിട്ടില്ല. ഇപ്പൊ ഇതേ ഹോസ്പിറ്റലാണത്രേ. പല സ്ഥലങ്ങളിലായിട്ട് അയാൾ എന്നെ പിന്തുടരുന്നുണ്ട്. എന്തായിരിക്കും ആ മനുഷ്യന്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു ഭർത്താവിന്റെ കടമകളൊന്നും ചെയ്യാത്ത അയാളെ വയസ്സാം കാലത്ത് ഞാൻ സംരക്ഷിക്കുമെന്ന പ്രതീക്ഷയിലായിരിക്കോ ഈ വരവ്? ആർക്കറിയാം. ഞാൻ പറഞ്ഞില്ലേ ഹർഷേ, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നയാളാണ് അയാള്. അയാള് തിരിച്ചു വന്നാ ഇന്ദ്രനും അനുപമയ്ക്കും അത് ധൈര്യമാകും. അത് ഞാൻ സമ്മതിക്കില്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ കാര്യങ്ങൾ നമ്മുടെ രീതിയിൽ ഞാൻ ആക്കിയെടുത്തത്. എവിടെയോ കിടന്ന അയാൾ വന്ന് ഇവിടെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ തോറ്റുകൊടുക്കാൻ ഈ സുശീലൊരു പൊട്ടിയോ അല്ല. ആന്റി, അതിന് ഞാൻ സമ്മതിക്കുന്ന ആന്റിക്ക് തോന്നുന്നുണ്ടോ? വാ, നമുക്ക് വേഗം ഇറങ്ങാം. മോളെ, ഇതാ മോളെ ചായ. സുശീല ചായ. ഇപ്പൊ വേണ്ട കുഞ്ഞമ്മേ, ഞങ്ങൾ അമ്പലത്തിലേക്ക്. ഇതെന്താ പെട്ടെന്നൊരു തീരുമാനം? ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ തോന്നിയത് കൊണ്ട് അതിന് നിങ്ങളുടെ അനുവാദം മുൻകൂട്ടി വാങ്ങണോ കുഞ്ഞമ്മേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അമ്പലത്തിൽ പോകുന്ന കാര്യമൊന്നും പറഞ്ഞു കേട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങൾ ഇറങ്ങുക. രവിയേട്ടൻ വരുമ്പോ കുഞ്ഞമ്മ പറഞ്ഞിരുന്നാ മതി. അതെ, തിരിച്ചു വന്നിട്ട് വിശദമായിട്ട് ചായ കുടിക്കാം. ഇപ്പൊ പോയിട്ട് വരട്ടെ. വാ. ഇതെന്തീ പേപ്പർ ഇവിടെ? ഞാൻ മുറ്റടിച്ചപ്പോ ഇല്ലായിരുന്നല്ലോ. ഇനിയിപ്പൊ പിന്നെ വൃത്തിയാക്കാം.
എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോന്ന് ഒന്നുകൂടെ ശ്രമിച്ചു നോക്ക്. സ്വന്തം പേരോ അല്ലെങ്കിൽ വീട്ടുപേര് അല്ലെങ്കിൽ സ്ഥലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാ നമുക്കത് അന്വേഷിച്ച് കണ്ടെത്താമായിരുന്നു. എങ്ങനെയാണ് റോട്ടിൽ വീണേന്നോ എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കൂ, ഓർത്തെടുക്കാൻ പറ്റും. ആ ഡോക്ടർ, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഒന്നും പറയുന്നില്ല ഡോക്ടർ. അത് തന്നെയാ പ്രോബ്ലം. പോലീസ് വന്നിരുന്നു, അവരും കുറെ ട്രൈ ചെയ്തിരുന്നു. പക്ഷെ പേഷ്യന്റ് ഒന്നും സംസാരിക്കുന്നില്ല. ഇപ്പോഴും ഷോക്കിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ലെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും ഡോക്ടർ? മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയണമെങ്കിൽ സ്കാനിങ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണം. ഡോക്ടർ, ഇനിയിപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പുറമേ നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ ബാക്കി ടെസ്റ്റുകളും കൂടി നടത്താം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇയാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്ക്. സംസാരിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഞങ്ങൾ ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. അതെ, എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുന്നുണ്ടോന്ന് ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഹലോ ഹലോ, എന്തെങ്കിലും ഓർക്കാൻ പറ്റുമോ നോക്കി. അധികം സ്ട്രെയിൻ ചെയ്യിക്കണ്ട, സാവകാശം ശ്രമിച്ചാൽ മതി. നിന്നെ ഹർഷേ, നമുക്ക് റിസപ്ഷനിൽ നിന്ന് അന്വേഷിച്ചിട്ട് പോവാം. ആന്റി വേണ്ട ആന്റി, അവിടെ അന്വേഷിച്ചാൽ നമ്മൾ നോട്ട് ചെയ്യപ്പെടും. CCTV ഒക്കെ ഉള്ളതാ. നമ്മൾ പിന്നെ എവിടെ അന്വേഷിക്കുക? നമുക്ക് ആളെ കണ്ടുപിടിക്കണ്ടേ? ഞാനില്ല ആന്റിയുടെ കൂടെ, നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ആന്റി വന്നേ, വാ. ഏയ് സിസ്റ്റർ, ആന്റി വന്നേ. സിസ്റ്ററെ, ഇന്നലെ രാത്രി ആക്സിഡന്റിൽ പെട്ട ഒരാളെ ഇവിടെ കൊണ്ടുവന്നില്ലേ? ഇന്നലെ 4-5 ആക്സിഡന്റ് കേസുകൾ ഉണ്ടായിരുന്നു. അതിലേതാ? അജ്ഞാത വാഹനം ഇടിച്ച് ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പത്രത്തിൽ ന്യൂസ് ഉണ്ടായിരുന്നു. ഓ, ആ പേഷ്യന്റ് ആരെങ്കിലും ആണോ? അല്ല, പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോ ഒരു ഡൗട്ട്. ഓ, അത് ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരാളാണോ എന്നൊന്ന് നോക്കാൻ വന്നതാ.